താക്കീതോ ഒന്നും ഒരു കാലത്തും വി എസിനെ അത് ബാധിച്ചിട്ടേ ഇല്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. PB കമ്മീഷൻ പോലും വി എസ് അത്ര ഗൗരവമായി എടുത്തിട്ടില്ല. ഞാൻ ഇപ്പോൾ 92-93 വയസ്സ് കഴിഞ്ഞ ആളെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കാൻ സംസ്ഥാന കമ്മിറ്റിയിൽ ഇരിക്കാൻ പാടില്ല, അതിന് പ്രായം കൂടുതലാന്ന് പറയുന്ന ഒരു പാർട്ടിയാണല്ലോ. അദ്ദേഹത്തിന് പക്ഷേ ഒരു ഗുണം, അദ്ദേഹം ആവശ്യപ്പെട്ടത് ഞാൻ അറിഞ്ഞിടത്തോളം സെക്രട്ടേറിയറ്റിൽ ഒരു പൊസിഷനായിരുന്നു, അത് കൊടുത്തിട്ടില്ല. ഏതായാലും സംസ്ഥാന കമ്മിറ്റിയിൽ അദ്ദേഹം പറയുന്നത് കൊണ്ട് ചെറിയൊരു ഗുണമുണ്ട്. എന്താ വെച്ചാൽ കേരളത്തിലെ പ്രശ്നങ്ങളിലാണ് വി എസ് സജീവമായി ഇടപെടുന്നത്, അല്ലാണ്ട് ഇപ്പോൾ ഇവിടുന്ന് പുറത്ത് ഇടപെടാൻ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അപ്പോൾ കേരളത്തിൽ ഭരണവുമുണ്ട്. ആ പ്രശ്നങ്ങളിൽ വി എസിന് തൻ്റെ അഭിപ്രായം സംസ്ഥാന കമ്മിറ്റിയുടെ മുമ്പിൽ വയ്ക്കാം. ആ അർത്ഥത്തിൽ കത്ത് കൊടുക്കേണ്ട, നേരത്തെ ജേക്കബ് ജോർജ് പറഞ്ഞ മാതിരി ഇനി കത്ത് കൊടുക്കേണ്ട കാര്യം നേരിട്ട് സംസ്ഥാന കമ്മിറ്റിയിൽ പറയാം. അതിൻ്റെ കോപ്പി വേണമെങ്കിൽ കേന്ദ്ര കമ്മിറ്റി കൊടുക്കാം. അപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിൽ ഈ സംഗതി പറയുമ്പോൾ തീർച്ചയായും ഒരു പക്ഷേ കത്ത് കൊടുക്കുന്നതിനേക്കാൾ എഫക്റ്റ് ഉണ്ടോ. കത്ത് കൊടുത്തില്ല എന്നിപ്പോൾ വിജയരാഘവൻ പറഞ്ഞു, അതെല്ലാ കത്തും കിട്ടാറില്ല, ഇവിടുന്ന് അയക്കുന്ന കത്ത് പലതും ജനറൽ സെക്രട്ടറി കിട്ടാറില്ല, എവിടെയോ വഴിയിൽ അത് പോകുന്നുണ്ട്. പിന്നെ കുറേ കഴിഞ്ഞാൽ അത് വൈകിയാണ് കിട്ടുന്നത്. ഈ ഡൽഹിയിലെ പോസ്റ്റ് ഓഫീസിൻ്റെ പ്രശ്നമായിരിക്കും. എന്തായാലും ഇവിടെ വളരെ കൃത്യമാണ്. ഇനിയിപ്പോൾ ആ പ്രശ്നമല്ലോ, പോസ്റ്റ് ഓഫീസിൻ്റെ പ്രശ്നമല്ലോ, ഈ ഞാൻ ഇന്ന കാര്യം ഉന്നയിച്ചു, ആ കാര്യം ഇപ്പോൾ എങ്ങനെയൊക്കെ സംസ്ഥാന കമ്മിറ്റി പറഞ്ഞാലും അവിടെ നടക്കുന്ന ചർച്ചയൊക്കെ ചാനലുകാർക്ക് കിട്ടുന്നുണ്ട്, അതിപ്പോൾ നമ്മൾ വേറെ പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് കുറേ കൂടി വ്യക്തമായി കമ്മിറ്റിയിൽ ഉന്നയിച്ചു എന്ന് പറയാൻ വി എസിന് ഒരു സാധ്യതയുണ്ട്. ഇനി വി എസ് ഇപ്പോൾ ഷാജഹാൻ പറഞ്ഞ് നമുക്ക് വേണ്ടി വാദിക്കാം, വി എസ് 10 കൊല്ലം മുമ്പ് ചെയ്ത മാതിരി ഇപ്പോൾ ചെയ്യുന്നില്ല, എനിക്കും പരാതിയുണ്ട്. പക്ഷെ വി എസ് തന്നെ ചെയ്യണമെന്നില്ല, വേറെ ആർക്കും ചെയ്യാം. വി എസിന് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ, ചെയ്യാതിരിക്കട്ടെ. അതിലിപ്പോൾ ഞാൻ ഷാജഹാൻ പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടി പറയുന്നു. വി എസിനെ പിന്താങ്ങിയിട്ടുണ്ട്, വി എസിനെ എതിർത്തിട്ടുമുണ്ട്. എന്നെ പോലുള്ള ആളുകൾ എതിർക്കേണ്ട കാര്യങ്ങൾ എതിർത്തിട്ടുണ്ട്, പിന്താങ്ങേണ്ട കാര്യത്തിൽ പിന്താങ്ങിയിട്ടുണ്ട്. അത് പൊളിറ്റിക്കലാണ്, പിന്താങ്ങുന്നതും എതിർക്കുന്നതും. അത് വേറെ ആൾക്കെതിരൊന്നുമല്ല. ജേക്കബ് ജോർജ് പറഞ്ഞ മാതിരി പിണറായിക്കെതിരാന്ന് ചില വിഷയങ്ങളിൽ തോന്നുന്നത് ആ വിഷയം വരുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ പിണറായിക്കെതിരെന്നുള്ളതല്ല. ഇവിടുത്തെ സ്ത്രീപീഡന കേസുകളിലോ കൊക്കോക്കോള പോലെയുള്ള കേസുകളിലോ പാർട്ടി ഇടപെടാതിരിക്കുകയും വി എസ് ഇടപെടുകയും ചെയ്യുമ്പോൾ അത് പലപ്പോഴും പാർട്ടി അതിൽ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് വരെ തോന്നുന്നുണ്ട്, അത് പ്രതികളെ. അങ്ങനെയുള്ള ഘട്ടത്തിലാണ് വി എസിൻ്റെ ഇടപെടൽ വന്നിട്ടുള്ളത്. ആ ഇടപെടൽ ഇപ്പോൾ വി എസ് ചെയ്യുന്നില്ലെങ്കിൽ അത് വി എസിന് തന്നെ നഷ്ടം. പിന്നെ ഇപ്പോൾ വി എസ് ഉന്നയിച്ചില്ല എന്നതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രശ്നം കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടാതെ പോയി എന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. അത് വേറെ ആരെങ്കിലും എടുക്കും. വിജയമാഷ് പറഞ്ഞ പോലെ വണ്ടി ഇന്ധനം കഴിഞ്ഞാൽ വണ്ടി നിൽക്കുമ്പോൾ അടുത്ത വണ്ടി വേറെ വണ്ടി കയറി പോകേണ്ടി വരും. സമൂഹത്തിന് അങ്ങനെ പോയേ പറ്റൂ. പിന്നെ നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്, പാർട്ടിക്ക് ഇപ്പോൾ ഈ നിലപാടെടുക്കാൻ പറ്റും. ഞാനതിനെ ഒത്തുതീർപ്പെന്ന് പിയേഴ്സൺ പറഞ്ഞ മാതിരി പിൻവലിക്കണമെങ്കിൽ റെഡിയാണ്. ഒത്തുതീർപ്പല്ല, ഇതല്ലാതെ മുമ്പോട്ട് പോകാനാവില്ല. കാരണം രാഷ്ട്രീയ പോരാട്ടത്തിന് ഇനി ഇപ്പോൾ പാർട്ടിക്ക് അത്ര വലിയ ശക്തിയൊന്നുമില്ല. അതുകൊണ്ട് ഈ ഭരണം എങ്ങനെയാലും കൊണ്ടുപോകണം 5 കൊല്ലം. ഞാൻ ഇടപെടുകയാണ്. ശ്രീ വിജയരാഘവൻ, ഇപ്പോൾ സിആർ നീലകണ്ഠൻ ആവർത്തിച്ച് ആകുലപ്പെടുന്ന ഒരു കാര്യമുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എന്തുകൊണ്ട് വി എസിന് പ്രവേശനം കിട്ടുന്നില്ല എന്ന ഈ പായാധിക്യം എന്തുകൊണ്ട് ഒരു മാനദണ്ഡമാക്കി മാറ്റുന്നുവെന്ന് അദ്ദേഹം ആവർത്തിച്ച് കാര്യം പറയുകയുണ്ടായി. അദ്ദേഹം ഒരു പാർട്ടി എതിരാളിയാണ്. അപ്പോൾ ഞങ്ങളുടെ പാർട്ടി അപഹസിക്കുക അല്ലെങ്കിൽ ആ നിലയിൽ കാര്യങ്ങൾ പറയാൻ അദ്ദേഹം ബാധ്യസ്ഥനുണ്ട്. അപ്പോൾ അദ്ദേഹം സ്വാഭാവികമായിട്ട് പാർട്ടിക്കെതിരായിട്ട് പാർട്ടിയുടെ എല്ലാം മോശമാണ്, പാർട്ടി ആകെ മോശമാണ്. പി എസ് മാത്രം കുറച്ച് നല്ല കാര്യം ചെയ്തു എന്ന് സമർത്ഥിക്കാനാണ് ശ്രമിക്കുന്നത്. ആകെ മോശം പാർട്ടി, പി എസ് കുറച്ച് നല്ല കാര്യം ചെയ്തു, ഇനിയിപ്പോൾ അത് അദ്ദേഹം ചെയ്തില്ലെങ്കിൽ ബാക്കി ഇവർ ചെയ്യാം എന്നുള്ളൊരു മട്ടിലാണ് അദ്ദേഹം പറയുന്നത്. അതിൽ അദ്ദേഹത്തിന് അങ്ങനെ പറയട്ടെ, അതിലൊന്നും എനിക്ക് വിരോധമൊന്നുമില്ല. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ ക്രമീകൃത രീതിയിലാണ് പാർട്ടി പ്രവർത്തിക്കുക. പാർട്ടി ആരെങ്കിലും അതിൻ്റെ ചുറ്റവട്ടങ്ങളിലൂടെ പോവുകയാണ്. സ്വാഭാവികമായും പാർട്ടിയിൽ അദ്ദേഹം ക്ഷണിതാവുന്ന ഘടകം എന്ന് പറഞ്ഞാൽ കേന്ദ്ര കമ്മിറ്റിയിൽ അദ്ദേഹം ക്ഷണിതാവാണ്, സംസ്ഥാന കമ്മിറ്റിയിൽ അദ്ദേഹം ക്ഷണിതാവാണ്. അല്ല, വി എസ് പിന്നെ വേറൊരു കമ്മിറ്റിയിൽ അംഗമാവണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു, അത് കൊടുത്തില്ല എന്ന് അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നതിന് തുല്യമായ ഒരു പദപ്രയോഗമാണ്. അതിൻ്റെ കൂടെ നിൽക്കാൻ എനിക്ക് സാധിക്കും. തരം താഴ്ത്തലല്ല സംഭവിച്ചിരിക്കുന്നത്. അല്ല, വി എസ് എ സ്വയം കുറേ തരം താണിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഈ കത്ത് കൊടുക്കല്ലേ, ആ കത്ത് കൊടുക്കലൊക്കെ ക്യാമറ ഒക്കെ ഒപ്പിയെടുക്കുകയല്ലേ. അത് വേണം, ഇത് വേണം, ഒരു സ്വന്തം സ്ഥാനം വേണം, ഒരു നല്ല കസേര വേണം, ഇരിക്കാൻ നല്ല ആഫീസ് വേണം, താമസിക്കാൻ നല്ല വീട് വേണം. ഇതൊക്കെ വി എസിനെ പോലെ ഒരു വലിയ നേതാവ്, കേരള ജനത വളരെയധികം ആദരിച്ചിരുന്ന, ഇപ്പോഴും ആദരിക്കുന്ന നേതാവ് ഇങ്ങനെയൊക്കെ ഒരു തരം താണ രീതി പ്രവർത്തിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് കേരള സമൂഹത്തിൽ, കേരള രാഷ്ട്രീയത്തിൽ വി എസിൻ്റെ പ്രസക്തി കുറഞ്ഞു. അതിന് കാരണം CPM അല്ല, അദ്ദേഹം തന്നെയാണെന്നാണ് എൻ്റെ പക്ഷം. ശ്രീ NM പിയേഴ്സൺ, ഇങ്ങനെ ഒരു വി എസിന്റെ പ്രസക്തി കുറയുന്ന ഒരു സാഹചര്യം അദ്ദേഹം തന്നെ വരുത്തി വെച്ചു. അതിൻ്റെ ഒരു പ്രതിഫലനം കൂടി ഇന്നത്തെ കേന്ദ്ര കമ്മിറ്റി തീരുമാനത്തിലൂടെ വന്നിരിക്കുന്നു. അല്ല, ഈ കത്ത് കൊടുക്കുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് നമ്മൾ ഈ കഴിഞ്ഞ നാളുകളിൽ എന്തായാലും വളർന്നിട്ടുണ്ട് എന്നത്
നമുക്ക് രാഷ്ട്രീയമായിട്ട് നിരീക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ലാഘത്തിനെ കുറിച്ചല്ല അത് ചിലപ്പോൾ വ്യക്തിപരമായിട്ട് പലപ്പോഴും VS ചിലപ്പോൾ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാകാം. പക്ഷേ ഈ കത്ത് കൊടുക്കുന്ന പ്രക്രിയയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കത്ത് കൊടുത്താലും ഇല്ലെങ്കിലും കത്ത് മാധ്യമങ്ങളിൽ വരുന്നതാണ്. കത്ത് മാധ്യമങ്ങളിൽ വരിക എന്ന് പറഞ്ഞാൽ കത്തിൽ പറയുന്ന കാര്യങ്ങൾ മാധ്യമങ്ങളിൽ വരിക എന്നാണ്. അതാണ് അതിൻ്റെ രാഷ്ട്രീയം. എന്താണ് ചർച്ച ചെയ്യേണ്ടത്, ആ ചർച്ച ചെയ്യേണ്ട വിഷയം വരിക എന്നുള്ളതാണ്. വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ അതേപോലെ മാധ്യമങ്ങൾ വരുമ്പോഴാണ് അത് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് ദോഷമായിട്ട് ഭവിക്കുന്നത്. പക്ഷേ പൊതുസമൂഹത്തിൻ്റെ രാഷ്ട്രീയത്തെ അത് മെച്ചപ്പെടുത്തുന്നത് പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ കത്തിൻ്റെ രൂപത്തിൽ പുറത്തു വരുന്നു എന്നുള്ളതിൻ്റെ പേരിലാണ്. അത് കേന്ദ്ര സമിതിക്ക് കൊടുത്തോ പോളിറ്റ് ബ്യൂറോന് കൊടുത്തോ HVക്ക് കൊടുത്തോ എന്നുള്ളതൊന്നും പ്രശ്നമായ കാര്യങ്ങളല്ല എന്നുള്ളതാണ്. ഞാൻ കണ്ട VS രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രത്യേകത അത് തന്നെയാണ്. ആ നല്ലത് ചീത്ത എന്നുള്ളതല്ല, നമ്മുടെ സമൂഹത്തിൽ ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ള രാഷ്ട്രീയം അത് എങ്ങനെയാണ് പുറത്തു വരികയും ചർച്ച ചെയ്യപ്പെടേണ്ടതും എന്നതിനുള്ള ഒരു വഴിയാണ് VS അവതരിപ്പിച്ചതെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അതിൽ നേരത്തെ ജേക്കബ് ജോർജ് സൂചിപ്പിച്ചതുപോലെ എനിക്ക് കസേര വേണമെന്നും വീട് വേണമെന്നും സ്ഥാനമാനങ്ങളും വേണമെന്നൊക്കെ പറയുന്നത് അതിൻ്റെ പടമൊക്കെ എടുത്ത് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും VS വ്യക്തിപരമായിട്ട് മോശമായ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത് വ്യക്തിപരമായിട്ടുള്ള മോശമായ പ്രശ്നങ്ങളാണ്. പക്ഷേ മറ്റതങ്ങനെയല്ല, സമൂഹത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നങ്ങളാണ്. സമൂഹം ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ള രാഷ്ട്രീയം അത് CPM സംസ്ഥാന സമിതിയും കേന്ദ്ര സമിതിയും ഒന്നും ചർച്ച ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ എങ്ങനെ പൊതുസമൂഹത്തെ കൊണ്ട് ചർച്ച ചെയ്യിപ്പിക്കും എന്നത് VS അത്തരം പ്രക്രിയകളിൽ പഠിപ്പിച്ചിട്ടുണ്ട് എന്നത് അതിൻ്റെ ഒരു രാഷ്ട്രീയ സാധ്യതയാണ്. അത് നമ്മൾ തീർച്ചയായിട്ടും പരിഗണിക്കേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ശ്രീ ഷാജഹാൻ, ഇപ്പോൾ കത്ത് കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള കത്ത് കൊടുത്ത കാര്യമാണ് ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞ കാര്യം. പക്ഷേ അപ്രസക്തമാകുന്ന രീതിയിലേക്ക് VS പോയി എന്ന് താങ്കളും പറയുകയുണ്ടായി. പക്ഷേ NM പിയേഴ്സൺ അതിനെ എതിർക്കുകയാണ്. CR നീലകണ്ഠനും അദ്ദേഹത്തെ ഒതുക്കുവാനുള്ള ഒരു നടപടിക്രമങ്ങളും എന്തായാലും പാർട്ടിക്ക് പറ്റുകയില്ല. അല്ല മഞ്ജുഷ്, ഇത് VS കൊടുത്ത കത്തുകളുടെ കാര്യവും പിന്നെ പിയേഴ്സൺ പറഞ്ഞു. ഞാൻ അതിനോട് പൂർണ്ണമായി യോജിക്കുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന സമയത്ത് VS ഒരുപാട് കത്തുകൾ കൊടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ VS ഏറ്റവും കൂടുതൽ കത്തുകൾ എഴുതിയ ഒരു കാലഘട്ടം പോലും അതായിരിക്കാം ഒരുപക്ഷെ. പക്ഷേ ഈ കത്ത് കൊടുക്കുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തനമായി കണ്ടുകൊണ്ടിരുന്ന VS അച്യുതാനന്ദനെ പോലൊരു തലമുതിർന്ന നേതാവ് തനിക്ക് സ്ഥാനം കിട്ടണമെന്നും തനിക്ക് അത് വേണം, തനിക്ക് ഇത് വേണം, തനിക്ക് ആ ഓഫീസ് വേണം, തനിക്ക് ഈ ഓഫീസ് വേണ്ട, കവടിയാർ ഹൗസ് വേണം, അവിടെ വേണ്ട, PMG വേണം, അവിടെ വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സാധാരണ ബൂർഷ്വാ പാർട്ടിയിലെ രാഷ്ട്രീയ നേതാക്കന്മാർ തരം താഴുന്ന നിരയിലേക്ക് തരം താഴ്ന്ന് കത്തുകൾ കൊടുത്തു കഴിയുമ്പോൾ ആ കത്തുകൾ ചർച്ചയ്ക്ക് വരുമ്പോൾ ഈ പിന്നെ പിയേഴ്സനെ പോലുള്ള ആളുകൾ പറഞ്ഞതുപോലെ രാഷ്ട്രീയ പ്രവർത്തനം കൂടുതൽ സമ്പുഷ്ടമാക്കാൻ വേണ്ടി VS കൊടുത്ത കത്തുകളുടെ പ്രാധാന്യം കുറഞ്ഞു പോവുകയും VS എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രവർത്തകൻ പോരാട്ടമെല്ലാം മാറ്റിവെച്ചിട്ട് തനിക്ക് കസേര വേണം, തനിക്ക് പിന്നെ അധ്യക്ഷ സ്ഥാനം വേണം, തനിക്ക് അത് വേണം, ഇത് വേണം, തനിക്ക് പാർട്ടി പിന്നെ എന്താണ് തൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഇത്ര ആളുകളെ വേണം, ഇന്നയാണ് വേണം എന്നൊക്കെ ഉള്ള നിലയിലേക്ക് കത്തുകൾ കൊടുക്കുമ്പോൾ അത് VS രാഷ്ട്രീയ തലത്തിൽ അദ്ദേഹം നടത്തുന്ന പോരാട്ടങ്ങളെ ദോഷകരമായി ബാധിക്കുന്നു എന്നുള്ള വിഷയം എന്താണ് പിയേഴ്സനെ പോലെയൊക്കെ ഉള്ള കമ്മീഷൻ ചെയർമാൻ എന്ന രീതിയിലുള്ള സൗകര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് ഉൾപ്പെടെയുള്ളവ അത് MM മണിയെ നീക്കം ചെയ്യണം എന്നാവശ്യപ്പെട്ടുള്ള കത്തിന്റെ പ്രാധാന്യം കുറച്ച് കളയുകയാണ്. ആ പ്രാധാന്യം അതിന് കൊടുക്കുന്നില്ല. ഇപ്പോൾ VS അച്യുതാനന്ദൻ കത്ത് കൊടുത്തതിനെ കുറിച്ച് പറഞ്ഞു, MM മണിയെ കുറിച്ച് പറയുന്നു. പക്ഷേ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ മുഴുവൻ വരുന്ന സ്ഥലത്ത് MM മണിയുമായി ബന്ധപ്പെട്ട വിഷയം VS അച്യുതാനന്ദൻ ഉയർത്തുന്നില്ല. EP ജയരാജന്റെ വിഷയം VS അച്യുതാനന്ദൻ ഉയർത്തുന്നില്ല. അതിന് പിന്നെ CR നീലകണ്ഠനെ പോലുള്ള ആളുകൾ പറയുന്നത് എന്താണ്, VS അച്യുതാനന്ദൻ പറഞ്ഞില്ല വേറെ ആരെങ്കിലും പറയുന്നു? അല്ല, VS അച്യുതാനന്ദൻ വളരെ നിർണായകമായ ഒരു രാഷ്ട്രീയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് കേരളത്തിൽ. VS അച്യുതാനന്ദൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. VS അച്യുതാനന്ദനെ പോലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു വലിയ പ്രസ്ഥാനം കേരളത്തിലൊരു വലിയ സ്ത്രീപീഡനം നടക്കുമ്പോൾ അതിൽ CPM ഒരു നേതാവും പ്രതിസ്ഥാനത്ത് വരുമ്പോൾ അതിനെക്കുറിച്ച് പ്രതികരിക്കാതിരിക്കുമ്പോൾ അത് അവസാനമായി VS കത്തുകളുടെ പ്രാധാന്യം കുറഞ്ഞു വരുന്നതിനെ കുറിച്ചാണല്ലോ ശ്രീ ഷാജഹാൻ സൂചിപ്പിച്ചത്. അത് VS ചെയ്യേണ്ട കാര്യങ്ങൾ VS തന്നെ ചെയ്യണം എന്ന കാര്യവും അദ്ദേഹം അടിവരയിട്ട് പറയുകയാണ്. അല്ല, VS ചെയ്യേണ്ടതെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ VS തന്നെ ചെയ്യണം എന്നൊക്കെ പറയാൻ നമുക്ക് എന്തായാലും റൈറ്റ് ഉള്ളത്. ഷാജഹാൻ എനിക്കറിയാം. കാരണം കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായി VS പ്രാധാന്യം കുറയുന്നു ഞങ്ങൾ തമ്മിൽ ചാനലിൽ ചർച്ച ചെയ്ത് ഒരു 5-6 കൊല്ലമെങ്കിലുമായി ഞങ്ങൾ ആ ചർച്ച നടക്കണം. ഞാൻ പറഞ്ഞു വന്നത് പ്രശ്നം അതല്ല. പ്രശ്നം VS അത് ഉന്നയിക്കുമ്പോൾ അത് പിയേഴ്സൺ പറഞ്ഞാൽ ശരി, അത് ചർച്ചയാവുന്നു. അത് കേരളീയ സമൂഹത്തിൽ CPM-നകത്തും പുറത്തും ഒരു സമ്മർദ്ദ ശക്തിയാവുന്നു. പലപ്പോഴും ആ കത്തിൻ്റെ പുറത്ത് CPM-ന് ആക്ട് ചെയ്യേണ്ടി വരുന്നു. ഇത്തരം കാര്യങ്ങളുണ്ട്. അത് ശരിയായ കാര്യം. VS ഇതിനേക്കാൾ കൂടുതൽ ചെയ്യണമെന്ന് എനിക്കും ആഗ്രഹിക്കാം, വേറെ ആർക്കെങ്കിലും ആഗ്രഹിക്കാം, വേണ്ടാന്ന് വിജയരാഘവൻ സഖാവിനും ആഗ്രഹിക്കാം. പക്ഷേ അതിപ്പോൾ ശരിയാണ്. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം പദവിക്ക് വേണ്ടി ചോദിച്ചത്
തീർച്ചയായും അദ്ദേഹത്തിന് പുറകോട്ടടിയാണ്. അത് VS-ന്റെ മൈനസാണ്. ഇപ്പോൾ എം മണിക്ക് കത്ത് കൊടുത്ത അദ്ദേഹത്തിൻ്റെ പ്ലസ്സാണ്. ഇതൊക്കെ കൂട്ടി വരുമ്പോൾ അവസാനം 0 ആണോ വരിക, നെഗറ്റീവാണോ വരിക എന്നൊക്കെ ചരിത്രമാണ് ചർച്ച ചെയ്യേണ്ടത്. ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ അളവ് കത്ത് കൊടുക്കട്ടെ. VS ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ശരിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. VS ഇൻസ്റ്റിറ്റ്യൂഷനായ സ്ഥാനമാകുമ്പോൾ അതിന് കുറവുണ്ടാവും, കൂടുതൽ ഞാൻ കേരളത്തിലെ തിരുവനന്തപുരത്ത് 80 മുതൽ പത്രപ്രവർത്തനായിരുന്നു. ശരിക്കും VS അച്യുതാനന്ദനോട് വളരെ അടുത്ത് നിന്നിട്ടുള്ള ആളും കൂടിയാണ്. VS അച്യുതാനന്ദൻ എന്തൊക്കെ പുതിയ വിഷയം കൊണ്ടുവന്നാലും അതിൻ്റെയൊക്കെ പിന്നിൽ അദ്ദേഹത്തിൻ്റെതായ ഒരു അജണ്ട ഉണ്ടായിരുന്നു. 92-ൽ കോഴിക്കോട് സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ EMS വളരെ വിദഗ്ധമായിട്ട് VS അച്യുതാനന്ദനെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി. പകരം EK നയനാർ, പ്രതിപക്ഷ നേതാവായിരുന്ന EK നയനാർ അവിടെ പാർട്ടി സെക്രട്ടറി ആവുന്നു. VS അച്യുതാനന്ദൻ അടങ്ങിയിരുന്നില്ല. അദ്ദേഹം ബംഗാളിലേക്ക് കൽക്കട്ടയിലേക്ക് പറന്നു, ജ്യോതി ബസുവിനെ കൂട്ടി, ബംഗാൾ ഘടകത്തെ കൂട്ടി, വീണ്ടും അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ട് അവതരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ സ്വന്തമായ നേട്ടത്തിനും സ്വന്തമായ സ്ഥാനത്തിനും സ്വന്തമായ അധികാര കേന്ദ്രത്തിനും അദ്ദേഹം ഇതുപോലുള്ള മുദ്രാവാക്യം. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. സമയപരിമിതിയുണ്ട്, അതുകൊണ്ടാണ്. ഇനി ഇടവേളയ്ക്ക് ശേഷം അകം പോകും.